പതിരകൾ ശോഷിച്ചു പോവുകയും തുടയ്ക്ക് അമിതമായി നീര് കയറി വണ്ണം വെക്കുകയും തുടയുടെ ഉൾഭാഗങ്ങളെ പൊട്ടി ഒലിക്കുകയും ചെയ്യുന്ന രോഗിയെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സുലലിയ. പിൻകഴുത്ത്, നമ്മുടെ പിൻകഴുത്തിൻ്റെ താഴെ കാണുന്ന 3-4 ഉണ്ടകൾ പോലെയുള്ള നട്ടലിൻ്റെ മേൽഭാഗം, അത് നമ്മൾ തടവുകയാണെങ്കിൽ കയ്യിലത് തടയും. അത് അസ്ഥി പോലെ ചില ആൾക്കാർക്ക് ഇങ്ങനെ മുഴച്ചുകൊണ്ട് നിൽക്കുക. ഈ രോഗങ്ങളിൽ അവിടെ എന്തോ ദ്രവിപ്പോ അല്ലെങ്കിൽ വേദനയോ ഉണ്ടാകുന്ന രോഗികളുണ്ട്. അത് വരുമ്പോൾ തലക്ക് ഭയങ്കര കഴപ്പായിരിക്കും, തല നേരെ നിൽക്കാത്ത വിധത്തിൽ വിഷമം ഉണ്ടാവും. ആ വ്യക്തികൾ കർത്താവ് ഇപ്പോൾ സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന സുഖലലിയ. കർത്താവ് രക്തസ്രാവക രോഗികളെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. അങ്ങനെ രക്തസ്രാവമായിട്ടൊരു ബന്ധമുള്ളവർ അടിവയറ്റ് കൈവച്ചുകൊണ്ട് സ്തുതിക്കേണ്ടതാണ്. ഇപ്പോഴേ നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ കൈകളിങ്ങനെ മാംസം ഇങ്ങനെ കൂടിയിട്ട് ഇങ്ങനെ വള കിടക്കണ പോലെ നീര് കൈ ഞാടികളിൽ കിടക്കുന്നവരുണ്ട്. മാംസവും വളർന്ന് വള പോലെ ഇങ്ങനെ ചുറ്റി കിടക്കണ പോലെ കാണുന്നു. ആ വ്യക്തികളെ കർത്താവ് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കർത്താവായ ദൈവമേ, തൈറോയിഡ് രോഗങ്ങള്, ടോൺസൈറ്റ് രോഗങ്ങള് ഇപ്പോൾ സ്പർശിക്കണമേ. ക്യാൻസർ രോഗികളെ ഇപ്പോൾ സ്പർശിക്കണമേ. കരൾ രോഗികളെ ഇപ്പോൾ സ്പർശിക്കണമേ. കിഡ്നി രോഗികളെ ഓ ദിവ്യകാരുണ്യമേ ഇപ്പോൾ സ്പർശിക്കണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കരൾ രോഗികൾ നെഞ്ചും കൂമ്പിനും, ഹൃദയ രോഗികൾ കൈ ഇടതുവശത്തും കൈവെക്കുക. കരൾ രോഗികൾ നെഞ്ചും കൂമ്പിനും, ഹൃദയ രോഗികൾ ഇടതുവശത്തും കൈവെക്കുക. ഈ ശുശ്രൂഷയിൽ അന്യ സംസ്ഥാനങ്ങളിലും ജില്ലകളിലും വിദൂര രാജ്യങ്ങളിൽ വരുന്നുകൊണ്ട് കൂടുന്നവരെല്ലാം രോഗികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധപ്പെട്ട മറ്റ് രോഗികൾക്ക് വേണ്ടി നിങ്ങളുടെ ശരീരത്തിന് അതേ ഭാഗത്ത് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കാവുന്നതാണ്. ഈശോയ്ക്ക് വിശ്വാസത്തിൻ്റെ അടയാളം മാത്രമാണ് ഈ കൈവെപ്പുകളെല്ലാം. ഈ കൈവെപ്പുകളെല്ലാം ചെയ്യണത് വിശ്വാസത്തിൻ്റെ അടയാളമാണ്. നിങ്ങളുടെ ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരോ, ഇത് കൃപാസനമാണ്. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അനേകരെ ലക്ഷ്യങ്ങളെ സുഖപ്പെടുന്ന സ്ഥലമാണ്. നിങ്ങളെ ബന്ധപ്പെട്ടവരെ, നിങ്ങളെ മനസ്സിൽ ഓർക്കുന്നവരെ, നിങ്ങൾ എവിടെ ആയിരിക്കുന്നുവോ അവിടെ രോഗമുള്ള സ്ഥലങ്ങളിലേക്ക് നിന്റെ കൈകളെ വെക്കുക. നിന്റെ ഹൃദയ രോഗികളെ ഹൃദയത്തിലും, കരരോഗികളെ നെഞ്ചിൻ്റെ കൂമ്പിനും, കിഡ്നി രോഗികളെ പതകിനും കൈവെക്കുക. കിഡ്നി രോഗികളെ പതകിനും കൈവെക്കുക. ശ്രുതിയുടെ കർത്താവേ ശ്രുതിയുടെ ഹല്ലേലൂയ. കർത്താവേ, വിശുദ്ധ രക്തത്താൽ ഓരോ മകനും കർത്താവേ ഞങ്ങളുടെ രോഗങ്ങളും ഞങ്ങൾ ആർക്ക് വേണ്ടി ഉദ്ദേശിക്കുന്നുവോ അവരുടെ രോഗങ്ങളും യേശു നാമത്തിലെ കർത്താവെ 32 കൊല്ലം അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാണ്. കൃപാസം അത്താര പ്രത്യയുടെ മാതാവിന്റെ മധ്യത്വത്തിലെ യേശു നാമത്തിലെ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. രോഗമില്ല മാറിടട്ടെ, കഷ്ടമില്ല നീങ്ങിടട്ടെ. ഇരുമുറിവിനാൽ സുഖപ്പെടട്ടെ, ഇരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് വീണ്ടും മക്കളില്ലാത്തവർ അടിവയറ്റിൽ കൈവെക്കട്ടെ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധുക്കൾക്ക് വേണ്ടിയും ഇതേ ശുശ്രൂഷ ചെയ്യാവുന്നതാണ്. ഈ കൈവെപ്പെല്ലാം നമുക്കറിയാമല്ലോ, സഭയുടെ അനാദികാലം മുതലുള്ള ദൈവാനുഗ്രഹത്തിൻ്റെ മാധ്യമ അനുഷ്ഠാനമാണ് കൈവെപ്പ്.
ആ കൈവെപ്പ് നിങ്ങൾ വെക്കുന്ന ആരെ ഉദ്ദേശിച്ചാണ്? നിങ്ങളുടെ മകള് ചിലപ്പോൾ ഇവിടെ ഉണ്ടാവത്തില്ല, അവൾ ചിലപ്പോൾ കുവൈറ്റിലോ അന്യനാട്ടിലോ ആയിരിക്കും, പക്ഷെ അവൾക്ക് മക്കളില്ല. നിങ്ങൾ അവളെ ഓർത്തുകൊണ്ട് നിങ്ങളുടെ അടിവയറ്റിൽ കൈവെക്കണം. കാര്യം എന്താണ്? അവൾ ഓർക്കുമ്പോൾ നിങ്ങൾ കൈവെക്കണത് ആരുടെ നാമത്തിലാണ്? യേശു നാമത്തിലാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, യേശു നാമത്തിൽ ഞങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് മക്കളില്ലാത്ത ദമ്പതികൾക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർക്ക് ഈ നിമിഷം അങ്ങ് നൽകുന്ന കുഞ്ഞുമായി ഈ അൾത്താറയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ ഈശോ അനുഗ്രഹിക്കണമേ. ശ്രുതിയുടെ ഹല്ലേലൂയ. അഭിഷേകമേ, ഓ അഗ്നിയഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. വലിച്ചിൽ രോഗം എന്താണെന്ന് അച്ഛന് മനസ്സിലാവണില്ല. അതായത് വലിച്ചിലെന്ന് പറയണത് അകത്തുള്ള ഞരമ്പുകളുടെ വലിച്ചിലാണ്. അകത്തുള്ള ചില ഞരമ്പുകൾ ചിലപ്പോൾ സമയത്ത് തലയുടെ ഉള്ളിലുള്ള ചില ഞരമ്പുകൾക്ക് മുമ്പത്തേക്കാൾ ടെൻഷൻ വരും. അതാണ് വലിച്ചിൽ രോഗമെന്ന് അച്ഛനെ ഉദ്ദേശിക്കണം. അങ്ങനെ രോഗമൊന്നുമില്ല, പക്ഷേ ഇപ്പോഴും ആത്മാവിൽ കർത്താവ് എനിക്ക് നൽകുന്ന ഒരു ഇൻറ്റ്യൂഷൻസാണ് വലിച്ചിൽ രോഗം. അകത്തെവിടെയെങ്കിലും പേശികൾ ചിലപ്പോൾ പെട്ടെന്ന് അതിൻ്റെ സൗഷ്ഠവം, അതിൻ്റെ അയത്നമായിട്ടുള്ള ചലനങ്ങൾ കുറഞ്ഞിട്ട് ഏതെങ്കിലും ഇൻഫെക്ഷൻ കൊണ്ട് വലിഞ്ഞു മുറുകുന്നുണ്ടെങ്കിൽ അത് വലിച്ചിൽ രോഗമാണ്. അകത്ത് ആന്തരിക വലിച്ചിൽ രോഗങ്ങളെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. യേശു പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ജോലിയില്ലാത്തവര്, ജോലി നഷ്ടപ്പെടുന്നവര്, ജോലിക്കുള്ള വരുമാനം കൊണ്ട് കാര്യങ്ങൾ നടക്കാത്തവര്, സാമ്പത്തികമായ ബാധ്യത വരുന്നവർ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. നിങ്ങൾ എന്നെ കേൾക്കുന്ന എല്ലാവരും ഇപ്പോഴ് ഈ ശുശ്രൂഷ കഴിഞ്ഞും ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നവരുണ്ട്. ഈ ശുശ്രൂഷ ഇപ്പോൾ പങ്കെടുക്കുന്നവർ 3000-3800 പേരേ ഉള്ളൂ യൂട്യൂബിൽ പങ്കെടുക്കുന്നവർ ഈ സമയത്ത്. പക്ഷേ സന്ധ്യയ്ക്കുള്ളിൽ 10,000-37,000 പേരാകും. അതൊരു 3-4 ദിവസം കഴിയുമ്പോൾ 42,000-47,000 പേരാകും. അപ്പം അങ്ങനെയുള്ള ഏത് സമയത്തും ഈ ശുശ്രൂഷയെ ലൈവായി പങ്കെടുക്കുന്ന മക്കളെ, നിങ്ങളെ ഉൾപ്പെടെയുള്ളവർക്ക് മേൽ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർത്താവായ ദൈവമേ, ഇപ്പോൾ പങ്കെടുക്കുന്ന ഞങ്ങളെയും ഇനി പങ്കെടുക്കാൻ പോകുന്നവരെയും അവരുടെ ജീവിതത്തിലെ ജോലിയുടെ വിഷയങ്ങള്, കുടുംബത്തിന് സമാധാനം ഇല്ലാത്ത അവസ്ഥകള്, കുടുംബ തകർച്ച വിഷയങ്ങള്, പലതരത്തിലുള്ള സാമ്പത്തിക വിഷയങ്ങള് യേശുക്രിസ്തുവിന്റെ നാമത്തില് നീങ്ങി പോകട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എനിക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹത്തെ പറ്റി പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ പേര് മെവിൻ സന്തോഷ്. ഞാൻ വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മുട്ടാർ എന്ന സ്ഥലത്തു നിന്നാണ്. സെൻറ്റ് ജോർജ് ഇടവകയാണ് എൻ്റെ പള്ളി. എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പുറത്തോട്ട് ജോലി നോക്കുന്നുണ്ടായിരുന്നു. ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് മാരിയറ്റ് എന്ന് പറഞ്ഞ ഹോട്ടൽ ചെയിനിലെ ഫൈനാൻസിലായിരുന്നു. അതേ ജോലി തന്നെ ഞാൻ പുറത്തോട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അവരടുത്ത് ദുബായിൽ തന്നെ ഞാനവിടുത്തെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, മാരിയറ്റിൻ്റെ തന്നെ ഒരു പ്രോപ്പർട്ടിയിൽ. അവിടെ നിന്ന് എനിക്ക് കോള് വരികയും 13-ാം തീയതി കോള് വരികയും അത് കഴിഞ്ഞിട്ട് എനിക്ക് 20-ാം തീയതി ഫൈനാൻസ് ഡയറക്ടറുടെയും ഫിനാൻസ് മാനേജറുടെ ടീംസിൽ വീഡിയോ കോളിൽ എനിക്ക് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുകയും ചെയ്യുമായിരുന്നു. ആ സമയത്ത് ഇൻ്റർവ്യൂവിൻ്റെ HR ലിങ്ക് അയച്ചത് എനിക്ക് പ്രോപ്പറായിട്ട് കിട്ടാതെയും ആ സമയത്ത് കുറേ ബാരിയേഴ്സ് എനിക്ക് വരികയും ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഞാൻ പിന്നെ മാതാവിനോട് ആ സമയത്ത് പ്രാർത്ഥിച്ചു. പിന്നെ അതുപോലെ തന്നെ മാതാവിൻ്റെ ഉപ്പും തൈലവും പുരട്ടി കാശുരൂപവും എൻ്റെ ഒരു കുഞ്ഞു മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, അതും വെച്ചാണ് ഞാൻ ടീംസിൽ ഇൻ്റർവ്യൂവിനിരുന്നത്.
ആ സമയത്ത് എനിക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ലായിരുന്നു. പ്രീവിയസ്ലി ഒക്കെ കുറേ ഇൻ്റർവ്യൂസ് കണ്ടക്ട് ചെയ്തപ്പോൾ അതെല്ലാം എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതെന്നും ഡയറക്ടർ ഓഫ് ഫൈനാൻസ് ഒക്കെ ആയിരുന്നു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്തത്. അവർ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഇൻ്റർവ്യൂ എല്ലാം പോവുകയും ചെയ്തു. ആ സമയം അപ്പോഴാണ് ഈ ഇൻ്റർവ്യൂ എനിക്ക് നടക്കുകയും പക്ഷേ എനിക്കിത് പ്രോപ്പറായിട്ട് എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ എനിക്ക് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എൻ്റെ ഡ്യൂട്ടീസ് ഒന്നും പ്രോപ്പറായിട്ട് പറയാൻ പറ്റാതെ ഒക്കെ വരികയൊക്കെ ചെയ്തായിരുന്നു. നെറ്റ്വർക്ക് ഇഷ്യൂസും അങ്ങനെയും ഭയങ്കര ചൂടുമൊക്കെ അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടായി ആ സമയത്ത്. ഞാനപ്പോൾ അമ്മയോട് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ വീട്ടിൽ വെച്ചായിരുന്നു ഇൻ്റർവ്യൂ, ഫോണിലായിരുന്നു കണ്ടക്ട് ചെയ്തത്. അമ്മയോട് ഇറങ്ങിയപ്പോൾ പറയുകയും ചെയ്തു, എൻ്റെ അമ്മയോട് ഞാൻ പറയുകയും ചെയ്തു, അമ്മ ഇൻ്റർവ്യൂ കിട്ടാൻ എനിക്ക് ഈ ജോബ് കിട്ടാൻ ചാൻസ് കുറവാണെന്ന് പറഞ്ഞു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും അവിടുന്ന് എന്നെ വിളിക്കുകയും ചെയ്തു. അവിടുന്ന് HR വിളിച്ചിട്ട് ചോദിച്ചു, നിന്നെ സെലക്റ്റഡ് ആയിട്ടുണ്ട്, ബാക്കിയുള്ള പ്രോസസ്സിന് വേണ്ടിയിട്ട് ഞാൻ മെയിലിടുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ആ പ്രോസസ്സിനുള്ള ഇതെല്ലാം ചെയ്യുകയും ഇൻറ്റേർണൽ ട്രാൻസ്ഫറാണ് ഞങ്ങൾക്ക് മീൻസ് ആ പ്രോപ്പർട്ടിയിലേക്ക് തന്നെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടിയിലേക്ക് ഞാൻ ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഇത് തന്നെ വെച്ചത് എൻ്റെ ജോലിയുടെ ഇതായിരുന്നു. ആ സ്ഥലത്തേക്ക് തന്നെ നല്ലൊരു സ്ഥലത്ത് നല്ലൊരു ജോലി നല്ലൊരു ഇതിലേക്കുമാണ് എനിക്ക് മാതാവ് അനുഗ്രഹിച്ചത്. അതല്ലാതെ തന്നെ ഈ ജോലി കുറേ എനിക്ക് നേരത്തെ വന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതെല്ലാം പോസ്റ്റ്പോണ്ട് ആയതിൻ്റെ റീസൺ എല്ലാം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് പോസ്റ്റ്പോണ്ട് ആയതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ഗോൾ ബ്ലാഡറിൽ സ്റ്റോൺ ഫോം ചെയ്തായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ തൊട്ട്. ആ സമയത്തൊക്കെ ഇൻ്റർവ്യൂ എല്ലാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ഭയങ്കര വൊമിറ്റിങ്, അത് ഇച്ചിരി സിവിയറായി. ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു, ഹോസ്പിറ്റൽസ് എല്ലാം കയറി ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇത് ഓപ്പറേറ്റ് ചെയ്ത് തന്നെ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഫർദർ പ്രോസസ്സിലായിരുന്നു. ആ ഒരു ഇത് നടക്കുന്നതിൻ്റെ ഇടയ്ക്കെല്ലാം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അതെല്ലാം എനിക്ക് 2-3 ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തായിരുന്നു. അത് നല്ലതുമായിരുന്നു. അപ്പോൾ ഇതെല്ലാം എനിക്ക് അത് കഴിഞ്ഞിട്ട് അവർ തിരിച്ച് മെയിലിടും, ഇവിടെ ഇൻറ്റേർണലി ഞങ്ങൾ സെലക്ട് ചെയ്തു, സോറി എന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. പിന്നെയാണ് ഈ ഓപ്പറേഷൻ എനിക്ക് ഒരു ലൈബിലിറ്റീസ് ഈ ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്തത് വഴി എനിക്ക് ഒരു ലൈബിലിറ്റീസും ഫിനാൻഷ്യലി വന്നിട്ടില്ല. എല്ലാം കമ്പനി ഇൻഷുറൻസിൽ മാതാവ് എല്ലാം നടത്തി. പക്ഷേ അത് കാര്യം പറയാൻ ഞാൻ ഈ ഇൻഷുറൻസ് കമ്പനിയിൽ ഇതിൻ്റെ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ടെല്ലാം വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, ഈ ഓപ്പറേഷൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ ഡോക്ടറെ മീൻസ് ഹോസ്പിറ്റലിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അറൗണ്ട് 1.5 lakh അടുത്ത് വരുന്നുണ്ടായിരുന്നു ഓപ്പറേഷൻ മാത്രം. അപ്പോൾ അവർ പറഞ്ഞു ഈ ഓപ്പറേഷൻ്റെ ഇത്ര പെർസെൻറ്റേജ് ഏതാണ്ട് 10-20% എങ്ങാണ്ട് കൊടുക്കണം, 30,000 എങ്ങാണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഇൻ ഹാൻഡ് കൊടുക്കണം എന്ന് പറഞ്ഞായിരുന്നു. അതൊന്നും ഇല്ലാതെ ഓപ്പറേഷൻ ഫുള്ളി എൻ്റെ കമ്പനി ഇൻഷുറൻസിൽ ക്ലിയർ ആയി പോവുകയും ചെയ്തു. എനിക്ക് നല്ല ഒരു ബുദ്ധിമുട്ടോ ഒന്നും വന്നില്ലായിരുന്നു ഈ ഓപ്പറേഷൻ വഴി. ജസ്റ്റ് കയറി നമ്മൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഇറങ്ങുന്ന പോലെ ഓപ്പറേറ്റ് ചെയ്ത് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഡോക്ടർ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. ഈ ജനറൽ സർജനെ ഞാൻ കൺസൾട്ട് ചെയ്തപ്പോൾ റാൻഡമായിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. പുഷ്പേരി എന്ന് പറഞ്ഞ അവിടെ ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കയറിയപ്പോൾ മാതാവിൻ്റെ ഫോട്ടോ, ഒരു പത്രത്തിലെ ഒരു ഫോട്ടോ ഡോക്ടറിൻ്റെ പുറകിൽ ഒട്ടിച്ച് വെച്ചു. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഇതെവിടെ, അപ്പോൾ ഡോക്ടർ പോകാറുണ്ടെന്നൊക്കെ ചോദിച്ചു. ആ ഡോക്ടർ പറഞ്ഞ് എൻ്റെ ഒരു ഒരു പേഷ്യൻ്റ് എന്നാണ്, ഞാൻ അവിടെ ഒട്ടിച്ച് വെച്ചാണ്. അപ്പോൾ എനിക്ക് ഇച്ചിരി കൂടെ വിശ്വാസമായി. ഡോക്ടർ ഒരു അനിയനെ കാണുന്ന പോലെ കണ്ട് എന്നോട് ഭയങ്കര കോപ്പറേറ്റീവ്, എൻ്റെ ടെൻഷൻ വരുന്നതും എല്ലാം എൻ്റെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ തന്നെ എനിക്ക് ഓപ്പറേഷൻ ഡേറ്റ് ഫിക്സ് ചെയ്ത് തരികയും ഓപ്പറേഷൻ എനിക്ക് ഒരു അപകടം ഒന്നുമില്ലാതെ സീരിയസ് അല്ലാതെ നോർമലായിട്ട് ഓപ്പറേഷൻ കംപ്ലീറ്റ് ആയി. ഒരു ദിവസത്തിനുള്ളിൽ പിറ്റേ ദിവസം തന്നെ പോകാമായിരുന്നു. പക്ഷേ എനിക്കൊരു ചെറിയ പേടിയുള്ളതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു നീ ഒരു ദിവസം അവിടെ കഴിഞ്ഞിട്ട് പൊക്കോ, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം കംപ്ലീറ്റ് ആയി പോരാൻ പറ്റി. ഈ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് മാതാവ് എൻ്റെ പോസ്റ്റ്പോൺ ചെയ്തത്. ഇൻ കേസ് ആ ജോലിയൊക്കെ കിട്ടി പോയിരുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരേണ്ടി വരും. ഈ ഗോൾ ബ്ലാഡറിലെ ഈ ഇഷ്യൂ നമ്മളിപ്പോൾ ഫ്ലൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പെയിൻ ഭയങ്കര പെയിനാണ്. ഭയങ്കര വൊമിറ്റിംഗ് ടെൻഡൻസി ആയിരിക്കും. പക്ഷേ അതുപോലെ തന്നെ ഭയങ്കര പെയിൻ ആയിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മൾ ട്രിപ്പ് ഇടണം, അതൊരു പെയിൻ കില്ലർ എടുക്കണം, അല്ലാതെ ഇതിൻ്റെ പെയിൻ പോകത്തില്ല. അപ്പോൾ അതുപോലെ സിവിയറാണ് ഇത് ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ടുള്ള പെയിനാണത്. അത് നമുക്ക് ഭയങ്കരമായിട്ട് ഞാൻ അനുഭവിച്ചായിരുന്നു. കാരുണ്യപ്രവർത്തികൾ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ വഴിയിൽ ആരെങ്കിലും കാണുവാണെങ്കിൽ ഞാൻ കൊടുക്കുകയും ഒക്കെ ചെയ്യും.
അതുപോലെ തന്നെ ഞാനാണെങ്കിൽ എനിക്ക് ആത്മീയമായിട്ട് കിട്ടിയിരിക്കുന്ന അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുർബാന ഒത്തിരി സ്നേഹിക്കാൻ പറ്റി. കൊന്തേ ദിവസവും ചെല്ലും. പിന്നെ കൃപാസന പ്രാർത്ഥന രാവിലെയും 5:30 എഴുന്നേൽക്കുകയും അതുപോലെ തന്നെ വൈകിട്ടും ഞാൻ ചെല്ലുകയൊക്കെ ചെയ്യും. പിന്നെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ, മാതാവ് വഴി കിട്ടിയ അനുഗ്രഹങ്ങളെ ഞാൻ എല്ലാവരോടും, എൻ്റെ ജൂനിയേഴ്സിനോടാണേലും എന്നോട് സംസാരിക്കുന്നവരോടാണേലും എല്ലാം ഞാനത് പറയുകയും അവരോട് മാതാവിനോട് പ്രാർത്ഥിക്കണം എന്ന് പറയുകയും ഒക്കെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ പത്രം എല്ലാവർക്കും കൊടുക്കാറുണ്ട്. അത് പറഞ്ഞാണ് കൊടുക്കുന്നത്. കൃപാസനത്തിലെ പത്രമാണ്. പ്രാർത്ഥിക്കണം മാതാവിൻ്റെ പേരിലാണ് പറഞ്ഞാണ് ഞാൻ എല്ലാവർക്കും കൊടുക്കാറുള്ളത്. ഞാനിവിടുന്ന് മേടിച്ചുകൊണ്ട് പോകുന്ന ദിവസം തന്നെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. ഞാൻ നടന്നാണ് എല്ലായിടത്തും പോയി കൊടുക്കുന്നത്. ഞാൻ മാതാവിനോട് തന്നെ പറയും, മാതാവേ ഇത് അർഹതപ്പെട്ടവർക്ക് പറ്റണം. ചിലവർക്ക് കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾക്ക് ഒരാൾക്ക് ഞാൻ കൊടുത്തപ്പോൾ ബസ്സേ വെച്ചാണ് ഞാൻ കൊടുത്തപ്പോൾ ആൾ പറഞ്ഞു എനിക്ക് ഈ മാസത്തെ കിട്ടിയില്ലായിരുന്നു, എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുമായിരുന്നു. അവസാനത്തെ പത്രമായിരുന്നു, അത് പുള്ളിക്ക് കൊടുക്കാൻ പറ്റി. അങ്ങനെയൊക്കെ ഞാൻ ഇത് ചെയ്യാറുണ്ട്. പിന്നെ ആത്മീയമായിട്ട് നല്ല അനുഗ്രഹമാണ് ഈ ഉടമ്പടി എടുത്തത് വഴി എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ചീത്ത വാക്കുകളൊക്കെ ഞാൻ പണ്ട് ഉപയോഗിക്കാറുണ്ട്. കൂട്ടുകാരായിട്ടൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും സംസാരിക്കത്തില്ല. നല്ല വ്യക്തിയാവാൻ പറ്റി. ആത്മീയമായിട്ട് നല്ലൊരു സമാധാനം ഈ ഉടമ്പടി എടുത്തത് വഴി ഭയങ്കര സമാധാനവും നമുക്ക് നല്ലൊരു മാതാവിനോട് കൂടുതൽ കൂടുതൽ അടുക്കാൻ പറ്റി. അങ്ങനെ ഭയങ്കരമായിട്ട് തന്നെ മാതാവ് ഒരുപാട് അല്ലാതെയും ഒക്കെ അനുഗ്രഹിച്ചിട്ടുണ്ട്. കുറേ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മാതാവ് എന്നെ രക്ഷിച്ചിട്ടുണ്ട്. ഒരുപാട് നന്ദി മാതാവിനോട് ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. 1000 നന്ദി. എൻ്റെ പേര് അനീഷ് ജോസ്. ഞാൻ ടെക്സാസിലെ ഓസ്റ്റിനിൽ നിന്ന് വരുന്നു. ഇന്ന് ഞാൻ രാവിലെ ലാൻഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോകുള്ളൂ എന്ന് ഞാൻ മാതാവിനോട് ഉറപ്പ് കൊടുത്തതാണ്. അപ്പോൾ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കിടക്കുന്നു. ഞാൻ ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തിരിക്കുന്നത്. 2022 ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്താണ് എൻ്റെ ഗ്രീൻ കാർഡിൻ്റെ പ്രോസസ്സിന് വേണ്ടിയിട്ട്. കഴിഞ്ഞ 11 വർഷമായിട്ട് എൻ്റെ ഈ ഗ്രീൻ കാർഡിൻ്റെ പ്രോസസ്സ് ഇങ്ങനെ ലാഗാവുകയും ഞാൻ 2-3 ലോയർമാരെ മാറ്റേണ്ടിയും വന്നു. എനിക്ക് അവസാനത്തെ ലോയറിന് ഓൾമോസ്റ്റ് ഐ പെയ്ഡ് $15,000. ടോട്ടലി എനിക്ക് ഒരു $47,500 എനിക്ക് സ്പെൻഡായി ഈ 11 ഇയേഴ്സിൽ. ഓരോ പ്രാവശ്യവും ഞാൻ എൻ്റെ പേപ്പർ വയ്ക്കും, റിജക്റ്റ് ആവും. പിന്നെ അത് ഡിപ്പോർട്ടേഷനിൽ പോയ സമയത്ത് ഞാൻ എന്നെ കോർട്ടിലേക്ക് വിളിപ്പിച്ചു. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസിൻ്റെ കോർട്ടിലേക്ക് വിളിപ്പിച്ചു. എന്നോട് പറഞ്ഞ് അടുത്ത പ്രാവശ്യം നീ മിക്കവാറും നാട്ടിൽ തിരിച്ചു പോകേണ്ടി വരും. അപ്പോൾ 11 വർഷമായിട്ട് ഞാൻ ഓൾറെഡി നാട്ടിൽ വന്നിട്ടില്ല. അപ്പോൾ ഈ 2022 ഞാൻ ഉടമ്പടി എടുത്ത ശേഷം അതിൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ ഫൈനലായിട്ട് എൻ്റെ പേപ്പർ വയ്ക്കണത്. ആ പേപ്പർ വെച്ച സമയത്ത് പിറ്റേ ദിവസം എനിക്ക് മെയിൽ വന്നു, നിനക്ക് ഫിംഗർ പ്രിൻ്റ് ഉണ്ട്, എത്രയും വേഗം ഫിംഗർ പ്രിൻറ്റിനുള്ള അപ്പോയിൻമെൻറ്റ് എടുക്കണം. പക്ഷേ അപ്പോയിൻമെൻ്റ് എല്ലാം ഒരു 6 മാസത്തിൻ്റെ അല്ലെങ്കിൽ ഒരു 3 to 6 months ഗ്യാപ്പാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ അന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് ബൈബിൾ വായിച്ച ശേഷം എനിക്കൊരു ഉൾവിളി ഉണ്ടാവുകയാണ്, നീ വാക്കിൻ ചെയ്. പക്ഷെ അവിടെ വാക്കിൻ അലൗഡ് അല്ല, ഓൺലി ബൈ അപ്പോയിൻമെൻറ്റ്. USICയുടെ കേന്ദ്രമാണ്, ഓൺലി ബൈ അപ്പോയിൻമെൻറ്റ്. പക്ഷെ ഞാൻ അവിടെ അതിരാവിലെ ചെന്നു. 8 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 7:30 ഞാൻ അവിടെ ചെന്നു. അവിടെ ആദ്യം കണ്ട ഒരു ബ്ലാക്ക് അമേരിക്കൻ ലേഡിയോട് ഞാൻ പറഞ്ഞു, എനിക്ക് എത്രയും വേഗം പേപ്പർമെൻറ്റിന് വേണ്ടിയിട്ട് എനിക്ക് ഫിംഗർ പ്രിൻറ്റ് ചെയ്യണം, ഞാൻ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടില്ല. ഭാഗ്യമെന്ന് പറയട്ടെ, പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, നീ ആദ്യം കയറിക്കോ. അപ്പോൾ എനിക്ക് തോന്നി മാതാവ് ഉടമ്പടി എടുത്തതിൻ്റെ പേരിൽ എന്നോട് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഞാൻ കൂടുതൽ ഡീപ്പ് ഇൻ ഫെയ്ത്തായി. ഓൾറെഡി എനിക്ക് മാതാവുമായിട്ടുള്ള ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് ചെറുപ്പം മുതൽ. ഞാൻ ബോർഡിംഗ് സ്കൂളിൽ വളർന്ന കാലം തൊട്ട് മാതാവ് മാത്രമായിരുന്നു എൻ്റെ ആകെ ആശ്രയം. രണ്ടാമത്, ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകൾ വന്നു. ബൈബിൾ വായിക്കാൻ തുടങ്ങി, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. പിന്നെ എൻ്റെ പേടി മാറി. എനിക്കൊരുപാട് ആങ്സൈറ്റി, ഭയങ്കര സ്ട്രെസ്സായിരുന്നു.
സ്ട്രെസ്സ് കൊണ്ട് ഞാൻ ഒരുപാട് ഷോർട്ട് ടെമ്പർ ആവുമായിരുന്നു. പക്ഷേ അതെല്ലാം ഈ ഉടമ്പടിയിലൂടെ ഇതെല്ലാം മാറിപ്പോയി. ഫൈനലായിട്ട് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ചൊവ്വാഴ്ച രാവിലെ ഞാൻ അച്ഛൻ്റെ ടോക്ക് കേട്ടു. ഇവിടുത്തെ സമയത്തിൻ്റെ ഓപ്പോസിറ്റാണ് അവിടെ. അതായത് ഇവിടെ ചൊവ്വാഴ്ചയാണെങ്കിൽ ബുധനാഴ്ച രാവിലെയാണ് ഞാൻ ഈ ടോക്ക് കേൾക്കുന്നത്. അപ്പോൾ ടോക്ക് കേട്ട് ഞാൻ എൻ്റെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഞാൻ ഇങ്ങനെ പോയി. ടോക്ക് കേട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഫൈനൽ പ്രയറിൻ്റെ സമയത്ത്, അച്ഛൻ്റെ പ്രയറിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞ് ഈ മാർച്ച് 31 എൻ്റെ കുട്ടികളുടെ വെക്കേഷന് ഉള്ളിൽ എനിക്ക് എൻ്റെ പേപ്പർ അടിച്ചു വരണം, നാട്ടിൽ പോകാനുള്ളത്. ഞാനത് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ നേരെ എൻ്റെ വർക്കിലേക്ക് പോയി. എനിക്ക് ഓർഡർ ചെയ്യാണ്ടായി കുറേ കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ വർക്കിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്കിലേക്ക് പോയി. തിരിച്ച് ഞാൻ 2:30 വന്നപ്പോൾ, 2:30 ഞാൻ വന്ന സമയത്ത് ഞാൻ മൊബൈൽ എടുത്ത് നോക്കുന്ന സമയത്ത് ആദ്യം കാണുന്ന മെയിൽ എൻ്റെ വക്കീലിൻ്റെ മെയിലാണ്. യുവർ കേസ് ഈസ് അപ്രൂവ്ഡ്, യു ക്യാൻ ട്രാവൽ. അപ്പോൾ മാതാവ് പ്രത്യക്ഷപ്പെട്ട സമയമാണ് 2:30. ആ 2:30 ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. അത് ഞാൻ കഴിഞ്ഞ ആഴ്ചയും അതിന് മുമ്പത്തെ ആഴ്ചയും ഞാൻ വക്കീലിനെ വിളിച്ച് ചോദിച്ചു, വൈ ഇറ്റ് ഈസ് ലാഗിങ്, എന്തോരം സമയം എടുക്കും? നോർമലി അതൊരു 1.5 year എടുക്കും, ഇറ്റ് ടേക്സ് ടൈം. അപ്പോൾ അതിൻ്റെ പേരിൽ നീ വരിടാവേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാനത് ഫയൽ ചെയ്തത് ലാസ്റ്റ് സെപ്റ്റംബറിലാണ്. വിത്തിൻ 6 months. നോർമലി അത് സംഭവിക്കാത്തതാണ്. സമയച്ചുരുക്കത്തിൽ മാതാവ് ഇടപെട്ടതിനുള്ള കാര്യമാണ് അതെൻ്റെ ജീവിതത്തിൽ നടന്നത്. ഇത് ഞാൻ സംഭവിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഉപ്പോ വേറെ ഒന്നുമില്ലായിരുന്നു. ഞാനിവിടെ അച്ഛനും ബ്രദറെല്ലാം കൂടി ഹ്യൂസ്റ്റണിൽ ധ്യാനിപ്പിക്കാൻ വന്ന സമയത്ത് ലാസ്റ്റ് ഡേയ്സിൽ എനിക്കൊരു 3 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് ഓസ്റ്റിൻ ടു ഹ്യൂസ്റ്റൺ. ഞാൻ അവിടെ വന്ന സമയത്ത് അവിടെ ഉപ്പ് കൊടുക്കുന്നുണ്ടായിരുന്നു, പേപ്പർ ഉണ്ടായിരുന്നു. ഞാൻ 3-4 കെട്ട് പേപ്പർ മേടിച്ചു, എല്ലാവർക്കും കൊടുത്തു. എൻ്റെ അവിടെയുള്ള കമ്മ്യൂണിറ്റിയിലുള്ള ഇംഗ്ലീഷ് പത്രങ്ങളെല്ലാം കൊടുത്തു. മലയാളം ഞാൻ അവിടെ തന്നെ പള്ളികളിൽ മലയാളം പത്രം കൊടുത്തു. കുറച്ചൊക്കെ ലാഗിങ് വന്നു. എന്നാൽ പോലും മാതാവ് തക്ക സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് എനിക്കിന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യം പറയാനായിട്ട് മാതാവിനെ നിർത്തി. മാതാവിന് ഒരുപാട് നന്ദി, ത്രികുമാരനും ഒരുപാട് നന്ദി. എൻ്റെ പ്രാർത്ഥന ജീവിതത്തിൽ ഞാൻ ആദ്യമൊക്കെ എന്ന് പറഞ്ഞെങ്കിൽ കുമ്പസാരിക്കുന്നത് വൺസ് ഇൻ എ മന്ത് ആയിരുന്നു. അവിടെ അച്ഛന്മാരെ കിട്ടാനും അച്ഛന്മാരുടെ അപ്പോയിൻമെൻറ്റൊക്കെ എടുക്കാനും അതനുസരിച്ച് എനിക്ക് എത്തിപ്പെടാനും പറ്റത്തില്ല. കാരണം അവിടുത്തെ പള്ളികൾ ഇവിടെ പോലെയല്ല. ചിലപ്പോൾ കുർബാനയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ സർട്ടൺ ഡേയ്സ് മാത്രമാണ് അവിടെ കുമ്പസാരിക്കാനായിട്ട് സമ്മതിപ്പിക്കത്തുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് അവിടുത്തെ ജോണച്ചനോട് എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്. ജോണച്ചൻ എപ്പം ഞാൻ ചെന്ന് ചോദിച്ചാലും എപ്പൊക്കെ കുർബാനയ്ക്ക് വന്നാലും 2.5 മണിക്കൂർ ഡ്രൈവുണ്ട് എനിക്ക് കുർബാനയ്ക്കുള്ള സ്ഥലത്തേക്ക്, എൻ്റെ സ്ഥലത്തുനിന്ന്. അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് അച്ഛൻ കുർബാനയ്ക്ക് മുമ്പോ അല്ലെങ്കിൽ കുർബാന കഴിഞ്ഞിട്ടോ എനിക്കൊന്ന് കുമ്പസാരിക്കണം അച്ഛാന്ന് പറഞ്ഞാൽ അതിനെന്താടാ വാ, അച്ഛൻ്റെ മേടയിലിരുത്തി എന്നെ കുമ്പസാരിപ്പിക്കുമായിരുന്നു. പിന്നെ ബൈബിൾ വായിക്കാനും വചനങ്ങളിൽ കൂടുതൽ ഡീപ്പാവാനും പിന്നെ ഇവിടുത്തെ ആൾക്കാരുടെ സാക്ഷ്യങ്ങൾ, എന്നാ ക്രൈസ്തവരായിട്ടുള്ള വ്യക്തികളുടെ സാക്ഷ്യങ്ങളാണ്. പിന്നെ മാതാവ് പ്രത്യക്ഷപ്പെടുന്നത് ഓരോരുത്തർക്കും എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി പല കാര്യങ്ങൾ. ചെറുപ്പത്തിലൊക്കെ ഞാൻ ബോർഡിംഗ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് മാതാവിൻ്റെ സുഗന്ധ അഭിഷേകം ഉണ്ടായിരുന്നു. അത് ഒരു 10 minutes 15 minutes ഒക്കെ എനിക്ക് അത് അനുഭവപ്പെട്ടിട്ടുള്ളൂ. പക്ഷേ ഇവിടെ ഫ്രീക്വൻ്റായിട്ട് മഴവില്ല് കാണുകയും മാതാവ് വിളിച്ചുണർത്തുകയും കൂടെ സഞ്ചാരി മാതാവ് കൂടെ പോണതും ഓരോരുത്തരുടെ ജീവിതങ്ങളിൽ ഇടപെടണം കണ്ടപ്പോൾ ഞാൻ തന്നെ ഷോക്കായിപ്പോയി. അപ്പോൾ നമ്മുടെ വിശ്വാസം മറ്റുള്ളവരുടെ സാക്ഷ്യം കൊണ്ട് അതൊരുപാട് വർദ്ധിക്കാനായിട്ട് അതിടയായി. എൻ്റെ ജീവിതത്തിലും അത് സംഭവിച്ചു, നിങ്ങളുടെ ജീവിതത്തിലും അത് സംഭവിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാത്തിനും മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു.